ഈ ഡയറ്റ് ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം പാളിയതാണെങ്കിലും ഈ ഒരു ഐറ്റം അങ്ങനെയല്ല കേട്ടോ. ഇതൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എന്താണെന്നറിയോ? ചിക്കൻ കൊണ്ടാട്ടം. നമ്മൾ അതിനായിട്ട് കുറച്ച് ചിക്കനിലേക്ക് ഞാനൊരു 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പൊടികളും കുറച്ച് നാരങ്ങ നീരൊക്കെ തിരുമ്മി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അത് അവിടെ ഇരുന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അത് റെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് ഒരു കളറൊക്കെ ഇങ്ങ് മാറി വരുമ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ അതിലേക്ക് ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. അതൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഒരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം. എങ്കിലേ ആ ഒരു നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുമ്പോൾ സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ചിക്കൻ വറുക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ വറുത്ത് കോരി മാറ്റി വയ്ക്കണം. അതൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ ഒരു ചില്ലി പരുവത്തിലൊക്കെ ആയിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇത്തവണ നമ്മുടെ ബോസ് തന്നെയാണ് കേട്ടോ കുക്കിങ്ങിന് അടുക്കളയിലിട്ട് കയറിയിരിക്കുന്നത്. കാരണം നേരത്തെ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ പാളിപ്പോയതുകൊണ്ട് ആൾക്കൊരു ഭയങ്കര ഒരു കുറ്റബോധം, ഒരു നാണക്കേട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ എന്തായാലും ആ ഒരു നാണക്കേടൊക്കെ അങ്ങ് തീർത്തു. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സാക്കി ഒരു പേസ്റ്റാക്കി നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടെ അതിലേക്കിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഒരു ഡ്രൈ പരുവത്തിലാക്കി എടുത്ത് ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ എടുത്ത് അതിലേക്ക് ഇട്ടു കേട്ടോ. നേരത്തെ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ പാളിപ്പോയതാണെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അതൊരു കിടുക്കാച്ച ഐറ്റം ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആണേ. ബൈ.